പ്രാവശ്യം ഗോൾഡൻ ഹിൽ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ സ്കൂള് മൊത്തം ഇടിച്ചു മാറ്റിയിട്ട് വാസുവിന്റെ ഡാസ് മോൾ നിർമ്മിക്കും. ഇന്ന് ഞാൻ ഈ സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് ആരും അറിയാതെ അടിച്ചു മാറ്റും ഞാൻ. വാസുവിന്റെ ഡാസോ മോൾ. ഇന്ന് ഗോപാലിന്റെ കൂടെയുള്ള റേസിൽ ഞാൻ തീർച്ചയായിട്ടും ജയിക്കും, നോക്കൂ. പക്ഷേ അത് എവിടെയാ തുടങ്ങിയത്? എടാ മരമണ്ട ലക്ഷ്മണ, തുടങ്ങിയിട്ടില്ലടാ, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. ഞാൻ വിചാരിക്കുമ്പോൾ നടക്കൂ. ഗോപു വാ, നമുക്ക് റേസ് ചെയ്യാം. പെട്ടെന്ന് വാ വാ വാ. ആരാ സ്കൂളിലേക്ക് ആദ്യം ചെന്ന് എത്തുന്നത് നോക്കാം. വാടാ വാടാ വാ. ഗോപു അവരെ ചെന്ന് പിടിച്ച് അവർക്കൊരു പാഠം പഠിപ്പിക്കണം. അവൻ എന്നെ തോൽപ്പിക്കുമെന്നോ? ഞാൻ തേടിയ ആളിതാ എത്തിക്കഴിഞ്ഞു. ഗോപാൽ, ഈ പെൻഡുലത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്ക്. ഞാനിപ്പോ പറയുന്നതെല്ലാം നീ അനുസരിക്കണം. ഇപ്പൊ നീ നേരെ പ്രിൻസിപ്പാളിന്റെ ക്യാബിനിലേക്ക് ഓടിച്ചെല്ലണം. നേരെ പ്രിൻസിപ്പാളിന്റെ ക്യാബിനിലേക്ക് ചെല്ലണം. എന്നിട്ട് അയാളുടെ ലോക്കറിൽ നിന്ന് സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് എടുത്ത് എനിക്ക് തരണം. അയാളുടെ ലോക്കറിൽ നിന്നും സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പർ എടുത്തിട്ട് വന്ന് തരണം. ഞാനിപ്പോ തന്നെ വന്നേക്കാം. അല്ല, ഈ ഗോപു എവിടെ? നിന്റെ ഗോപു ഇപ്പൊ വളരെ പുറകിലാണ്. അവൻ അതേ ദൂരത്ത് ഓടി വരുന്ന കണ്ടില്ലേ നീ? ഈ റേസിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ജയിക്കും. അവൻ ചീട്ട പുലിയാണ്. അവന്റെ സ്പീഡ് ഒരിക്കലും സംശയിക്കരുത്. ഞങ്ങളുടെ ഗോപു ചീറ്റയാണ്, ചീറ്റ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഗോപുവിൽ നിന്നും വളരെ പുറകിലാണ്, പുറകിൽ. തോറ്റിട്ട് ജയിക്കുന്നവനാണ് വീരനെന്ന് പറയുന്നത്. ജയിച്ചിട്ട് തോൽക്കുന്നവന് മാധവന് പറയും. അല്ല, ഈ ഗോപു ഇത് എങ്ങോട്ട് പോയിരിക്കാ? കാണുന്നില്ലല്ലോ. ഇത്രയ്ക്ക് ചിലന്തി വല ഹൊറർ ഫിലിംസിൽ പോലും കാണാൻ സാധിക്കില്ല. നീ കളക്കിയല്ലോടാ മോനെ. ഗോപാല പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞു. ഇനി ആ പേപ്പേഴ്സ് എന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി. പിന്നീട് ഈ സ്കൂളിന്റെ സ്ഥാനത്ത് വാസുവിന്റെ ദാസു മോൾ നിർമ്മിക്കും. ഗോപു, നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്ന? ആ ലക്ഷ്മണനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണമല്ലോ. ഗോപു, സൂക്ഷിച്ച്. ലക്ഷ്മണ, നീ ഇവിടെ എന്തെടുക്കാടാ? ഗോപു, എന്റെ കാര്യം വിട്. പക്ഷെ നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ എത്ര നേരം വിളിച്ചോണ്ടിരിക്കാന്ന് അറിയാവോ? ഇത്രയും വേഗമായിട്ട് നീ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരുന്നേ? എന്ത്, നീ എന്നെ വിളിച്ചെന്നോ? എനിക്ക് ആരുടെ വോയിസും കേട്ടില്ലല്ലോ. നോബഡി. ഗോപു, ഈ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് നിന്റെ കയ്യിൽ എങ്ങനെയാടാ വന്നത്? അത് പറയുന്നേ. അതെനിക്ക് അറിയില്ലടാ. ഇതെങ്ങനെ സംഭവിച്ചേ? ഈ നാശം പിടിച്ച ലക്ഷ്മണൻ എങ്ങനെ ഇതിനിടയ്ക്ക് കയറി വന്നത്? മോങ്ങാനിരുന്നവന്റെ തലേ തേങ്ങ വീണ പോലായി. ഗോപു, സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് നിന്റെ കയ്യിലുള്ള കാര്യം പ്രിൻസിപ്പൽ സാർ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആകെ മൊത്തം പ്രശ്നമാവും, പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് ബോയ്സ്. ഗുഡ് മോർണിംഗ് സർ. പ്രിൻസിപ്പൽ സാർ, ഗോപു പേപ്പർ തൊലഞ്ഞു. ഗോപാൽ, നീ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? അതൊന്നുമില്ല സാർ. നിങ്ങളോട് കാണിക്കാതെ ഞാനെന്ത് മറയ്ക്കാനാ? ഈ ഗോപു പ്രിൻസിപ്പൽ സാർ കാണിക്കാതെ ഏത് പേപ്പേഴ്സാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പക്ഷേ അവൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും അടിച്ചു മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള പേപ്പർ നമ്മൾ തട്ടിയെടുക്കണം, എന്നിട്ടേ ശരിയാവും.
ഗോപാൽ, നീ എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. കാണിക്കേ, നിന്റെ കയ്യെ ഒന്ന് മുന്നോട്ട് നീട്ട്. സർ, നിങ്ങൾ ദയവ് ചെയ്ത് ദേഷ്യപ്പെടരുത്. പ്ലീസ് സർ, പ്ലീസ്. ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? ഗ്രൗണ്ട് നട്ട് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന് അറിയില്ലേ? എനിക്കും വളരെ ഇഷ്ടമാണിത്. കഴിച്ചോ കഴിച്ചോ, നല്ലവണ്ണം കഴിച്ചോ. ജസ്റ്റ് മിസ്, നമ്മൾ എസ്കേപ്പ് ആയിടാ ഗോപു. രക്ഷപ്പെട്ടിരിക്കല്ലടാ, കുടുങ്ങി പോയിരിക്ക. ഒന്ന് ആലോചിക്കേ, നമ്മുടെ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് എവിടെ പോയി? എവിടെ പോയി? ഇങ്ങോട്ട് നോക്കടാ ഗോപു, ഇങ്ങോട്ട് നോക്ക്. ആ പേപ്പേഴ്സ് എന്റെ കയ്യിലുണ്ടടാ. മാധവാ, മര്യാദയ്ക്ക് ആ പേപ്പേഴ്സ് എനിക്ക് തന്നേക്ക് ഇപ്പൊ തന്നെ. തരൂല, തരാൻ പറ്റില്ല. എന്ത് ചെയ്യൂടാ നീ? എന്ത് ചെയ്യൂടാ പറയടാ. ആ പ്രോപ്പർട്ടി പേപ്പേഴ്സ് കയ്യിൽ വെച്ചോണ്ട് യവന്മാര് തമ്മിൽ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വാസു ദാസു, നീ ഭാഗ്യവാനാണല്ലോടാ. അങ്ങനെ അവസാനം എന്റെ ഹിപ്നോട്ടിസം വർക്കൗട്ട് ആയി. ഇനി ഈ സ്കൂളിന്റെ സ്ഥാനത്ത് വാസുവിന്റെ ദാസു മോൾ വരും. അപ്പൊ അത് ശരി, ഇതെല്ലാം ഈ തടീന്റെ പ്ലാൻ ആയിരുന്നല്ലേ? അതായത് വാസു ദാസ് ഗോപുവിനെ ഹിപ്നൈസ് ചെയ്തിരിക്കുക, എന്നിട്ട് അവനെ കൊണ്ട് സ്കൂളിന്റെ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയിരിക്കുക. എടാ, ഇനി വാസുവും ദാസും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എന്ത് ചെയ്യൂടാ? അവൻ എക്സാം എഴുതാൻ പോവാണോ? എടാ മരമണ്ട, അത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നമ്മുടെ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് ആണ്. എന്താ? മാത്രല്ല ഇപ്പൊ നീ കാരണം അത് വാസുദാസിന്റെ കയ്യിൽ പെട്ടിരിക്കുക. ഇനി ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യരുത്. വാ, നമുക്ക് ചെന്ന് വാസുദാസിനെ പിടിക്കാം. നിക്കടാ, ആ വാസുദാസിന്റെ പുറകിൽ നമ്മൾ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. അവൻ തന്നെ തേടി വന്ന് പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് പ്രോപ്പർട്ടി പേപ്പേഴ്സ് കൊടുക്കും. വാസുദാസു, ഇനി ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കണം, മനസ്സിലായോ? ഞാൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യണം. തയ്യാറായിക്കോ വാസുദാസു. ഇപ്പൊ നീ നേരെ ഓടിച്ചെല്ലണം. നിന്റെ കൈ കൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി പേപ്പേഴ്സ് ഭട്ടുവർദ്ധൻ സാറിന്റെ കയ്യിൽ കൊടുക്കണം. വേഗം ചെല്ല്. ഞാനിതാ പോകുന്നു. ലക്കി പറയുന്നത് വാസുദാസു ഇപ്പൊ നേരിട്ട് സ്കൂളിന്റെ അകത്ത് ചെല്ലുമെന്നാ. എന്നിട്ട് പ്രിൻസിപ്പൽ സാറിന്റെ കയ്യിൽ പേപ്പർ അങ്ങ് കൊടുക്കും. പക്ഷേ ഇവൻ വേറെ എങ്ങോട്ടാണല്ലോ ചെല്ലുന്നത്? നിന്റെ പണ്ടാര ഹിപ്നോട്ടിസം കാരണം വാസുദാസ് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണോ? വേഗം വാ, ചെന്ന് അവനെ പിടിക്ക്. വേഗം ചെല്ലടാ. ഇങ്ങോട്ട് നോക്കടാ ദാസു. വാസു, നീ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലേക്കാണ് പോകേണ്ടത്, ആ ബിൽഡിംഗിലേക്കല്ല പോകേണ്ടത്. സ്റ്റേഴ്സ്. എടാ, ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ പോലും ഇതുവരെ പടികെട്ടി പോയിട്ടില്ലടാ. ഇത് നീ കാരണം 10 ഫ്ലോർ പടികെട്ടി കൂടെ ഏറി വന്നിരിക്കുകയാടാ ഞാന്. മാധവ, വേഗം ചെന്നാ പേപ്പേഴ്സ് വാങ്ങിക്കൊണ്ടുവാ. ഞാൻ എന്തിനാടാ പോകുന്നേ? ഇതിനൊക്കെ കാരണക്കാരൻ നീയാണ്. അതുകൊണ്ട് നീ ചെല്ലടാ, പോയി ചെല്ലടാ. ആ പേപ്പർ മാത്രം അവന്റെ കയ്യിൽ നിന്നും താഴെ വിടണം. എന്നിട്ട് ഞാൻ ചാടി അത് പിടിക്കും. അതെ, വാസുദാസു, ഡ്രോപ്പ് ദ പേപ്പേഴ്സ്. ആ പേപ്പേഴ്സ് ഒന്ന് താഴെ ഇടടാ, മൊട്ടത്തളയാ. ഇനി പടിക്കെട്ട് വഴി 10 ഫ്ലോർ താഴേക്ക് ഇറങ്ങേണ്ടി വരൂടാ. ആ വാസുദാസു പാർക്കിന്റെ അടുത്തേക്ക് വാ, നമുക്ക് ചെന്ന് നോക്കാം. എടാ വെയിറ്റ് ചെയ്യ്, നമുക്ക് റോഡ് ക്രോസ് ചെയ്യണ്ടേ? അവര് സിഗ്നൽ ഇടട്ടെ. ഈ അങ്കിള് കളിക്കാൻ ഡ്രസ് പോലും ഇടട്ട് വന്നിരിക്കുക.
ഓ എനിക്കിപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഇത് ഈവനിങ് പ്രിൻസിപ്പൽ സാറിന്റെ വാക്കിംഗ് ടൈം ആണ്. അതുകൊണ്ടാണ് വാസുദാസു സ്കൂളിലേക്ക് പോവാതെ നേരെ പാർക്കിലേക്ക് വന്നത്. റോഡിൽ ട്രാഫിക് ഒക്കെ ക്രോസ് ചെയ്ത് ഇവിടെ വന്നിരിക്കുക. ഇതാ പിടിച്ചോളൂ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പർ. എന്റെ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് നീ അടിച്ചു മാറ്റിയിട്ട് എനിക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണോ? ഞാനിവിടെ ഈ ഗാർഡനിൽ എന്താ ചെയ്യുന്നേ? ആ പ്രോപ്പർട്ടി പേപ്പേഴ്സ് എന്റേതാണ്. ഞാൻ അതില്ലാതെ ഇവിടുന്ന് പോവില്ല. വിടടാ, എന്റെ വിടാന് സ്കൂൾ, പറഞ്ഞേ. എന്റെ പേപ്പേഴ്സ്. എന്റെ മോൾ. വാസുദാസു വീണ്ടും ആ പേപ്പേഴ്സ് അങ്ങ് കൊണ്ടുപോയാലോ? നമ്മുടെ സ്കൂൾ ഇടിച്ച് പിന്നെ അവൻ വാസുദാസു മാള് കെട്ടും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഞങ്ങളിത് വരുന്നുണ്ട് സാർ. We are coming. നീയൊക്കെ കൂടെ എന്റെ പേപ്പർ വലിച്ചു കീറുന്ന പോലെ വലിച്ചു കീറി കളഞ്ഞല്ലോടാ. നോക്ക്, ഇപ്പൊ നീ വൺ പീസ് ആണ്. മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കില് ഈ വാസു തിരിച്ചു വരൂടാ. നോക്കിയിരുന്നു. സർ, സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് നിങ്ങൾ മേടിക്കൂ സർ. അത് തെറ്റായ കൈകളിൽ പോവാതെ ഞങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കാണ് സാർ. ക്ഷമാ, കലക്കി എന്റെ സ്കൂൾ ബോയ്സ്. ഐ എം പ്രൗഡ് ഓഫ് യു. നിങ്ങളുള്ള കാലത്തോളം എന്റെ സ്കൂളിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. കൊള്ളാം, സബാഷ്. ഓ, നിന്റെ ഓവർ സ്മാർട്ട്നെസ് കാരണമാണ് നമ്മൾ കിടന്നിങ്ങനെ ഓടേണ്ടി വന്നത്. ഗോപു, നീ ഹിപ്നോട്ടൈസ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം തന്നെ ഉണ്ടായിരിക്കുന്നത്. അറിയോ നിനക്ക്?